നമ്മളിന്ന് ചമ്പക്കുളത്തെ വള്ളംകളി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ രാവിലെ ആയതേ ഉള്ളൂ, വള്ളങ്ങളൊക്കെ പയ്യെ വരുന്നേ ഉള്ളൂ. അച്ഛൻ്റെ പയ്യെ വള്ളം തുഴഞ്ഞു വരുന്നു. ആരെയൊക്കെയോ കയറ്റിക്കൊണ്ട് പോകാനാണെന്ന് തോന്നുന്നു. പൈസയുള്ളവർ താണ്ട് ബോട്ടിലും സ്പീഡ് ബോട്ടിലൊക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വള്ളങ്ങളൊക്കെ പയ്യെ വന്നു തുടങ്ങി. എല്ലാവരും മാസ്റ്ററിന് വേണ്ടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. അവരെല്ലാവരും ഒരു ഡ്രസ് കോഡ്, എന്ത് പെറ്റിക്കോട്ടാണെന്ന് തോന്നുന്നത്, എന്തോ ഇട്ടിട്ട് അവരവരുടേതായ രീതിയിൽ ഇത് എൻജോയ് ചെയ്യുന്നു. പയ്യെ തുഴഞ്ഞു പോകുന്നു. കൊള്ളാം. ഇതിപ്പോൾ ലാഭമായി. കെട്ടുവള്ളത്തിൽ അതാകുമ്പോൾ ചെറിയ പൈസ കൊടുത്താൽ മതി, കുറേ പേർക്ക് കയറുകയും ചെയ്യാം. അവരങ്ങനെ എല്ലാവരുടെ പാട്ടൊക്കെ പാടി മാസ്റ്ററിൽ കഴിഞ്ഞ് എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. എല്ലാ വള്ളങ്ങളും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. എല്ലാവരും അങ്ങനെ ഒരേ താളത്തിൽ പയ്യെ തുഴഞ്ഞു പോവുകയാണ്. എന്തോ ഇത് നമ്മുടെ ഈ വേലിയൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാക്ക് വെച്ചിട്ട് തന്നെ അവർ ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി യുണീക്ക് സ്റ്റൈലിൽ ഓരോരു കെട്ടുവെള്ളമൊക്കെ എടുത്ത് അത് നടുക്ക് കുറേ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് അവരിങ്ങനെ വള്ളംകളി ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഷെയ്ക്കാണെന്ന് തോന്നുന്നു. അതാണ്. അപ്പോൾ അത് വേറൊരു ചേട്ടൻ ഒറ്റയ്ക്ക്, കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, പാവം ചേട്ടൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇരിക്കാവുന്ന ഒരു സാധനത്തിനകത്ത് കയറിയിട്ട് ഒറ്റയ്ക്ക് തുഴഞ്ഞു വരുന്നു. നീങ്ങുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ചേട്ടൻ പഠിച്ചെന്ന് തോന്നുന്നു. നീങ്ങുന്നൊക്കെ ഉണ്ട്. നമ്മളിനി ഫൈനലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി റെഡിയായി വരുമ്പോൾ കുറേ സമയം എടുക്കും. നമ്മുടെ ഈ ചമ്പക്കുളം വള്ളംകളിയുടെ ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വളഞ്ഞൊരു വളവ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫിനിഷിംഗ് ലൈൻ വരുന്നത്. പക്ഷേ ഈ വളവ് കാരണം ഇങ്ങേയറ്റത്ത് കിടക്കുന്ന ട്രാക്കിന് ഈ ട്രാക്കിൽ തുഴയുന്നവർക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ വളവിന് മുന്നുള്ള സ്ഥലം എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ ഈ ഫിനിഷിംഗ് പോയിന്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കളി നടത്താൻ വേണ്ടിയിട്ടൊക്കെ കുറേ നോക്കിയായിരുന്നു. പക്ഷേ ഇതൊരു വള്ളംകളി എന്നതിന് പുറമെ ഇതൊരു ആചാരമായതുകൊണ്ടും, അതായത് ഈ വളവ് കഴിഞ്ഞിട്ടാണ് അമ്പലം വരുന്നത്. ഒരു അമ്പലമുണ്ട്, പടിപ്പുരയ്ക്കൽ ക്ഷേത്രം. ഈ വളവിന് മുന്നെയാണ് ചമ്പക്കുളം പള്ളിയുള്ളത്. അപ്പോൾ ഈ അനുസരിച്ചിട്ട് ഈ അമ്പലവും പള്ളിയും ഇത് രണ്ടും കടന്നിട്ട് വേണം ഈ വള്ളം ഫിനിഷിംഗ് ലൈനിലെത്താൻ. ഒരു ചേട്ടൻ താണ്ടറ മേളിൽ കുടയൊക്കെ പിടിച്ച്, വെയിൽ കാരണമെന്ന് തോന്നുന്നു, കുടയൊക്കെ പിടിച്ച് ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നു. ഒരുത്തന്തേ വലിഞ്ഞു കയറുന്നു. നമ്മളെല്ലാവരും ഫൈനൽ മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതുവരെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഡാൻസൊക്കെ നിർത്തിയിട്ട് അവരെന്തേ വള്ളം വരുന്ന നോക്കി നിൽക്കുകയാണ്. ഈ ഒരു ഫൈനലോടുകൂടി നമ്മുടെ വള്ളംകളി അവസാനിക്കുകയാണ്. അങ്ങേയറ്റത്ത് കിടക്കുന്ന പള്ളാത്തുരുത്തി ബോട്ടുള്ളത് പറയുന്ന ചെറുതിന് വള്ളമാണ് വരുന്നത്. ഈ ഒരു ഫൈനൽ സമയത്തെ ഈ ആരാധകരുടെ ആ ഒരു ആർപ്പ് വിളിയും വള്ളത്തിൻ്റെ താളമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. നമ്മുടെ വള്ളംകളി കഴിഞ്ഞ് 1ാം സ്ഥാനത്ത് ചെറുതനി, 2ാം സ്ഥാനത്ത് ചമ്പക്കുളവും, 3ാം സ്ഥാനത്ത് ആയാപ്പറമ്പ് പാണ്ടി എന്ന് പറഞ്ഞ വള്ളവുമാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ വള്ളംകളി കഴിഞ്ഞ് ഇനി നമുക്ക് ഇങ്ങനെ കുറേ വള്ളത്തേലും ബോട്ടിലൊക്കെ കളി കാണാൻ വന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ നേരെ വീട്ടിലോട്ട് പോകും.
അടിപൊളി